ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ആർക്കെ വിഷൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചില സമയങ്ങളിൽ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? ഒരു നിമിഷം മുൻപ് ചിരിച്ച മുഖം ഇപ്പോൾ എന്തിനാ എങ്ങനെ ദേഷ്യപ്പെടുന്നത്? അല്ലെങ്കിൽ എത്ര നല്ല മൂഡിലായിരുന്നു, ഇപ്പോൾ എന്തിനാ സങ്കടം? ഈ ചോദ്യങ്ങൾക്കൊരു ഉത്തരമാണ് മൂഡ് സ്വിങ്സ്, അഥവാ നമ്മുടെ മൂഡിന് വരുന്ന ഒരുതരം മിന്നൽ പിണർ മാറ്റങ്ങൾ. ഒരു ഫ്ലാഷ് ലൈറ്റ് സ്വിച്ച് ഇടുന്ന പോലെ ഓൺ ഓഫ്, ചിലപ്പോൾ ഓൺ ചിലപ്പോൾ ഓഫ് എന്ന മട്ടിലും. ഇനി കാര്യത്തിലേക്ക് വരാം. എന്താണ് ഈ മൂഡ് സ്വിങ്സ്? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളിൽ പെട്ടെന്നുണ്ടാവുന്ന മാറ്റങ്ങളാണ് മൂഡ് സ്വിങ്സ്. ഒരു മിനിറ്റ് മുൻപ് കസേരയിട്ട് പാട്ട് കേട്ടിരുന്ന ആൾ അടുത്ത മിനിറ്റിൽ അതേ പാട്ടുകാരൻ തെറി വിളിക്കുന്ന അവസ്ഥ. സന്തോഷത്തിൽ നിന്ന് ദേഷ്യത്തിലേക്കും, ദേഷ്യത്തിൽ നിന്ന് സങ്കടത്തിലേക്കും, പിന്നീട് സങ്കടത്തിൽ നിന്ന് ചിരിയിലേക്കുമൊക്കെ ഒരു കൂടുമാറ്റം നടത്തുന്ന പോലെയാണിത്. ഇത് ചിലപ്പോൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ബന്ധങ്ങളെയും വ്യക്തിജീവിതത്തെയും ഇത് കാര്യമായി ബാധിക്കും. ഇനി ഈ മൂഡ് സ്വിങ്സ് ആർക്കൊക്കെയാണ് വരുന്നത് നോക്കാം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മൂഡ് സ്വിങ്സ് എല്ലാവർക്കും വരാം. നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. ചില സമയങ്ങളിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൂഡ് മാറി മറിയും. എങ്കിലും ചില വിഭാഗങ്ങളിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതായത് കൗമാരക്കാർ. +2 പരീക്ഷ ഹാളിന് പുറത്തു കാണുന്ന ഒരു കൂട്ടം കുട്ടികൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു നിമിഷം പൊട്ടിച്ചിരി, അടുത്ത നിമിഷം പുസ്തകമെടുത്ത് തലയിൽ വെച്ച് കരച്ചിൽ. ഹോർമോണുകളുടെ ഒരു വൻ മേള തന്നെ നടക്കുന്ന സമയമാണ് അവർക്ക്. അതുപോലെ തന്നെയാണ് ഗർഭിണികൾ. ഗർഭകാലം സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഹോർമോണുകൾ എപ്പോഴും പണിതിരുന്ന് കളിക്കുന്ന സമയമാണിത്. എനിക്കൊരു ഇരട്ടത്താപ്പമില്ല, പക്ഷേ എൻ്റെ ഹോർമോണുകൾക്ക് ഇരട്ടത്താപ്പുണ്ട് എന്ന് പറയാൻ തോന്നുന്ന സമയമാണിത്. സന്തോഷം, സങ്കടം, ദേഷ്യം, വാശി എല്ലാം ഒരുമിച്ച് ഈ സമയത്ത് വരും. അതുപോലെ തന്നെ ആർത്തവ വിരാമം വന്ന സ്ത്രീകൾ. ഈ സമയത്തും ഹോർമോൺ മാറ്റങ്ങൾ കാരണം മൂഡ് സ്വിങ്സ് സാധാരണമാണ്. എന്തിനെ ദേഷ്യപ്പെടുന്ന അവർക്കറിയില്ല, പക്ഷേ അവർക്ക് ദേഷ്യമുണ്ട് എന്ന് അവർ ചിലപ്പോൾ പറഞ്ഞേക്കാം. സ്ട്രെസ് ഉള്ളവർ, ജോലിഭാരം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. സ്ട്രെസ് ഉള്ളവർക്ക് മൂഡ് സ്വിങ്സ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഒരു നല്ല വാർത്ത കേട്ടാലും ചിലപ്പോൾ ദേഷ്യം വന്നേക്കാം. അതുപോലെ തന്നെയാണ് ഉറക്കക്കുറവുള്ളവരും. നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ രാവിലെ മുതൽ ഒരു മൂഡും ശരിയായിരിക്കില്ല. പിന്നീട് അങ്ങോട്ട് ചെറിയ കാര്യത്തിന് പോലും ആൾ ഒരുങ്ങി പിണങ്ങി നിൽക്കും. ചില രോഗാവസ്ഥയിലുള്ളവരും ഈ മൂഡ് സ്വിങ്സിന് അടിമകളാണ്. അതായത് വിഷാദം, ഡിപ്രഷൻ, ആങ്സൈറ്റി, അതായത് ഉത്കണ്ഠ, ബൈപ്പോളർ ഡിസോർഡർ, ഇങ്ങനെയുള്ള ചില മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് മൂഡ് സ്വിങ്സ് വളരെ സാധാരണമാണ്. ഇത് തനിയെ മാറില്ല, വൈദ്യസഹായം ആവശ്യമാണ്. ഇനി എന്താണ് ഈ നശിച്ച മൂഡ് സ്വിങ്സിന് പിന്നിൽ കാരണമെന്ന് നോക്കാം. ഇതിന് പിന്നിൽ പല വില്ലന്മാരുമുണ്ട്. പ്രധാനമായും ഹോർമോണുകൾ തന്നെയാണ് ഇതിലെ പ്രധാന വില്ലൻ. ഹോർമോണുകൾക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇവയുടെ അളവിൽ ഉണ്ടാകുന്ന ചെറിയ വ്യതിയാനങ്ങൾ പോലും മൂഡ് സ്വിങ്സിന് കാരണമാവും. ഗർഭം, ആർത്തവ വിരാമം തുടങ്ങിയ സമയങ്ങളിൽ ഹോർമോണുകൾ ജഗബോഗ കളിക്കും. ശരിക്കും പറഞ്ഞാൽ മാനസിക സമ്മർദ്ദം, സ്ട്രെസ്. നമ്മൾ പിരിമുറുക്കത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഹോർമോണുകളെ പുറത്തുവിടും. ഇത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും താളം തെറ്റിക്കും. ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഉറക്കക്കുറവ്, ലാക്ക് ഓഫ് സ്ലീപ്പ്. ആവശ്യത്തിന് ഉറക്കം കിട്ടാതെ വരുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിന് ശരിയായി പ്രവർത്തിക്കാൻ കഴിയില്ല. ഇത് വികാരങ്ങളെയും പ്രതികരണങ്ങളെയും ബാധിക്കും. നമ്മുടെ ഭക്ഷണക്രമം ശ്രദ്ധിക്കണം. കൃത്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരുമ്പോഴും അമിതമായി കാപ്പി, പഞ്ചസാര തുടങ്ങിയവ ഉപയോഗിക്കുമ്പോഴും ചിലർക്ക് മൂഡ് സ്വിങ്സ് വരാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിഷാദം, ഉത്കണ്ഠ പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളും തൈറോയ്ഡ് പോലുള്ള ശാരീരിക പ്രശ്നങ്ങളും മൂഡ് സ്വിങ്സിന് കാരണമാവും. എന്താണ് പരിഹാരമെന്ന് ചോദിച്ചാൽ മൂഡ് ഓണാക്കാൻ ചില വിദ്യകളുണ്ട്. മൂഡ് സ്വിങ്സിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് നിയന്ത്രിക്കാൻ ചില വഴികളുണ്ട്. അതായത് ശ്രദ്ധിക്കുക, എഴുതി വയ്ക്കുക. നിങ്ങളുടെ മൂഡ് എപ്പോഴാണ് മാറുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരു ഡയറിയിൽ അത് എഴുതി വയ്ക്കുന്നത് നന്നായിരിക്കും. എന്താണ് അതിന് കാരണമെന്നുള്ളതും എഴുതാം. എനിക്കിന്ന് രാവിലെ കോഫി കുടിക്കാൻ കിട്ടാതിരുന്നപ്പോൾ ദേഷ്യം വന്നു, പിന്നെ മഴ പെയ്തപ്പോൾ സന്തോഷമായി എന്ന് എഴുതുന്നത് സഹായകരമാവും. വ്യായാമം എന്തിനും ഒരു മരുന്നാണ്. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നത് മൂഡ് മെച്ചപ്പെടുത്താൻ സഹായിക്കും. സമ്മർദ്ദം കുറയ്ക്കുക, അതിനുള്ള വഴിയാണ് യോഗ, ധ്യാനം പോലുള്ള ഇഷ്ടമുള്ള ഹോബികളിൽ ഏർപ്പെടുക. ഇനി ഈ മൂഡ് സ്വിങ്സ് കൊണ്ട് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ബാധിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ സഹായം തേടുക. അതായത് ഒരു സൈക്കാട്രിസ്റ്റിനോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുക. ഇതിന് യാതൊരു മടിയും വിചാരിക്കരുത്. ഇതൊരു സാധാരണ പ്രശ്നമാണ്. ഇതിന് ഫലപ്രദമായ ചികിത്സകളുണ്ട്. ഓർക്കുക, മൂഡ് സ്വിങ്സ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാം, എന്നാൽ അത് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. ഒരു നിമിഷത്തെ മൂഡ് മാറ്റങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കാൻ അനുവദിക്കരുത്. ചിരിച്ചും സന്തോഷം മുന്നോട്ട് പോവുക.